ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ പ്രതികളിലേക്ക് എക്സൈസ് കടക്കുന്നു. അറസ്റ്റിലായ രണ്ട് പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷാജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വിനിഷ. യെസ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് എക്സൈസ് പറയുന്നത്? പിടിയിലായ പ്രതി തസ്ലീമ, ക്രിസ്റ്റീന, അങ്ങനെ വിവിധ പേരുകളിലാണ് അവർ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടുന്നത്. അവരുടെ ഒരു ബന്ധമെന്ന് പറയുന്നത് പല മേഖലയിലാണ് എന്ന് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് സിനിമാ മേഖലയിലുള്ള പലർക്കും താൻ ഇത്തരത്തിൽ ലഹരി മരുന്ന് എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസിയൊക്കെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നൽകിയത്. എന്താണ് ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഈ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ? ബിനിഷ, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള തസ്ലീമ, അതോടൊപ്പം തന്നെ ഫിറോസ്, ഇവർ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ എക്സൈസിന് ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയോളമായിട്ട് ഇവരുമായി ബന്ധപ്പെട്ടവരും ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽ, ആരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് എക്സൈസ് പരിശോധിച്ച് വരികയാണ്. ഇത്തരം പരിശോധനകളിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്നോ നാളെയോ കൂടുതൽ പേർ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. അതിനായിട്ടുള്ള നടപടികളിലേക്കാണ് എക്സൈസ് പോകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇനിയും അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈബ്രിഡ് കേസിൽ സിനിമാ മേഖലകളിലുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനാഥ് ഭാസി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പിന്നീട് അദ്ദേഹം പിൻവലിക്കാനുണ്ടായത്. എക്സൈസ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്, എന്തൊക്കെ തെളിവുകളാണ് തങ്ങളുടെ പക്കലുള്ളത്. സ്വാഭാവികമായിട്ടും കോടതി റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അതിൽ എക്സൈസ് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് തനിക്കെതിരെയുള്ള കേസ് എന്നറിയുന്നതിന് വേണ്ടിയാണ് ശ്രീനാഥ് ഭാസി ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നതെന്നാണ് എക്സൈസ് നൽകുന്ന വിശദീകരണം. എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്നലെ വൈകിട്ടോടുകൂടി അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം ചില വാർത്തകൾ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നോ നാളെയോ ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാനായിട്ട് എക്സൈസ് സംഘം വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ അവിടെ പോയി ചോദ്യം ചെയ്യുകയോ ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ കൂടെയാണ് ക്രിസ്റ്റീന എന്ന് സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന തസ്ലീമ. അങ്ങനെ വരുമ്പോൾ തസ്ലീമയ്ക്ക് സിനിമാ മേഖലകളുമായിട്ടും അതോടൊപ്പം തന്നെ മറ്റ് ടൂറിസം മേഖലകളുമൊക്കെ ആയിട്ട് ഒട്ടനവധി ബന്ധങ്ങളുണ്ട്. ഒരു ടൂറിസം സെൻറ്ററിൽ എത്തിയപ്പോഴാണ് അവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ആലപ്പുഴയിലെ ടൂറിസം മേഖലയിൽ ഇവർ ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ, ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ളവ വിതരണം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എക്സൈസിന് ലഭിച്ച വിവരങ്ങൾ, എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു റാക്കറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും എക്സൈസ് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും കൂടുതൽ ആളുകൾ ഇന്നോ നാളെയോ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ എക്സൈസ് വ്യക്തമാക്കുന്നില്ല. കാര്യം വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അവർ നൽകുന്നില്ല. പക്ഷേ എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ അറസ്റ്റിലാവും. കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നത്. യെസ്, ഷാജഹാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ സമഗ്രമായി തന്നെ നമ്മളുമായി പങ്കുവച്ചത്.